നിങ്ങൾ എല്ലാവരും സപ്ലൈനെയും ഡിമാൻഡിനെയും പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് അറിയാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾ നോർമൽ കണ്ണിലൂടെ കാണുന്നതിനെക്കാട്ടിലും ഇൻ ഡെപ്ത് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സപ്ലൈയിൽ പഠിക്കാനുണ്ട് എന്ന്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഹായ്, ഞാൻ അഖില, GST പ്രാക്ടീഷണറാണ്. ഈ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഗൂഡ്സ് ഓർ സർവീസസ് രണ്ടിലെ ഏതിൻ്റെയായാലും വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ വാല്യൂ എന്താണോ അതിനെയാണ് ഈ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പം അതായത് ഒരു ഗൂഡ്സ് നിങ്ങൾ ഒരാൾക്ക് സെൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് നിങ്ങൾക്കൊരു പ്രൈസ് കിട്ടുന്നുണ്ട്, അത് അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, ആ ട്രാൻസാക്ഷൻ വാല്യൂ. പിന്നെ അല്ലെങ്കിൽ സർവീസ് നിങ്ങൾ എന്തെങ്കിലും സപ്ലൈ ചെയ്യുന്നുണ്ട്, ആ സർവീസ് സപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസാക്ഷൻ, നിങ്ങൾക്ക് ഒരു ഫീസായിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ വാല്യൂ, ആ ട്രാൻസാക്ഷൻ വാല്യൂ എന്താണോ നടക്കുന്നത് അതിനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൈസ് നിങ്ങൾ ഗൂഡ്സ് ഓർ സർവീസസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ പ്രൈസ് നിങ്ങൾ പേ ചെയ്യണത് അല്ലെങ്കിൽ പേ ചെയ്യാൻ പെൻഡിങ് ഉള്ള എമൗണ്ട്, അതിനെ ആണ് വാല്യൂ ഓഫ് സപ്ലൈനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് വിധത്തിൽ പറയാം. ഒന്നാമത്തെ പോയിന്റ്, സപ്ലയറും റെസിപ്പിയന്റ് രണ്ടാളും റിലേറ്റഡ് ആയിരിക്കില്ല. അതിന് എങ്ങനെ റിലേറ്റഡ് എന്ന് വെച്ചാൽ അതിന് പല പോയിന്റ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തേത് റിലേറ്റഡ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഇനിയൊരു പേഴ്സന്റെ കമ്പനിയിലെ ഓഫീസർ അല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അവർ രണ്ടാളും ലീഗലി റെക്കഗ്നൈസ്ഡ് ആയ ഒരു പാർട്ട്ണർഷിപ്പിൽ ആയിരിക്കണം. അതായത് ഈ സപ്ലയറും റെസിപ്പിയന്റ് ഒരു പാർട്ട്ണർഷിപ്പിൽ, ലീഗലി റെക്കഗ്നൈസ്ഡ് ആയ ഒരു പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാവണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അതാണ് റിലേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ പോയിന്റ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എംപ്ലോയർ പിന്നെ എംപ്ലോയി എന്ന റിലേഷൻഷിപ്പ്. അതായത് ഒരു കമ്പനിയുടെ മുതലാളിയും ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയും തമ്മിലുള്ള ഒരു ബന്ധം, അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് മൂന്നാമത്തെ പോയിന്റ്. പിന്നെ നാലാമത്തെ പോയിന്റ്, ഇതിൽ ഏതെങ്കിലും ഒരാള്, റെസിപ്പിയന്റ് അല്ലെങ്കിൽ സപ്ലയർ ഏതെങ്കിലും ഒരാള് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ആ കമ്പനിയുടെ മോർ ദാൻ 25% ഓഫ് വോട്ടിംഗ് ഷെയർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ കൺട്രോൾ മോർ ദാൻ 25% ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ആ കമ്പനിയുടെ കൺട്രോൾ ഏതെങ്കിലും ഒരു പേഴ്സൺ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു റിലേഷൻഷിപ്പായിട്ട് കൺസിഡർ ചെയ്യും. അടുത്ത പോയിന്റ്, ഒന്നില്ലെങ്കിൽ റെസിപ്പിയന്റ് അല്ലെങ്കിൽ സപ്ലയർ ഇനിയൊരാളുടെ ബിസിനസ്സിനെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ കൺട്രോൾ ചെയ്യണ പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഈ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിലാണ്. അതായത് റെസിപ്പിയന്റും സപ്ലയറും തമ്മിലുള്ള ഒരു ഇടപാടില്, ട്രാൻസാക്ഷനിടയിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അത് എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ് ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്. ഇനി അടുത്തത്, ഈ പറയുന്ന രണ്ടുപേരും, അതായത് റെസിപ്പിയന്റും പിന്നെ സപ്ലയർ രണ്ടാളെയും ഒരു തേർഡ് പാർട്ടിയാണ് കൺട്രോൾ ചെയ്യുന്നത്. രണ്ടാളുടെ ബിസിനസ് ഒരു തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യണു എങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആവും. പിന്നെ അല്ലെങ്കിൽ ഇവര് രണ്ടാളും കൂടി, ഈ സപ്ലയറും റെസിപ്പിയന്റ് രണ്ടാളും കൂടി ഒന്നിച്ച് വേറൊരു തേർഡ് പാർട്ടിയുടെ ബിസിനസ്സിനെ ഇവര് രണ്ടാളും കൂടി കൺട്രോൾ ചെയ്യണത്. ഇത് രണ്ട് വിധത്തിലുണ്ട്. രണ്ടാളുടെയും ബിസിനസ് ഒരു തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യുന്നത്. സപ്ലയറുടെ ബിസിനസ് റെസിപ്പിയന്റിന്റെ ബിസിനസ്സും കൂടി ഒരു തേർഡ് പാർട്ടി രണ്ട് ബിസിനസ്സിനെയും കൂടി കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഈ സപ്ലയർ റെസിപ്പിയന്റും കൂടി വേറൊരു തേർഡ് പാർട്ടിയുടെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇങ്ങനെ ഈ രണ്ട് പോയിന്റ് വന്നാലും അതിനെ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും. അടുത്ത പോയിന്റ്, ഇവർ രണ്ടുപേരും ഒരേ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. അതായത് ഈ റെസിപ്പിയന്റും പിന്നെ സപ്ലയറും ഒരേ ഫാമിലി മെമ്പേഴ്സ് ആവുമ്പോൾ അതും ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞത് റെസിപ്പിയന്റും സപ്ലയറും ഒരു ഇതിൽ റിലേറ്റഡ് ആണെങ്കിൽ ആ ട്രാൻസാക്ഷനെ ഒരു വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിന്റെ ഗൂഡ്സ് ഓർ സർവീസസ് നിങ്ങൾ പർച്ചേസ് ഓർ സെയിൽ ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ വാല്യൂനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ സപ്ലയർ റെസിപ്പിയന്റ് റിലേറ്റഡ് ആവാൻ പറ്റില്ല എന്നും പറഞ്ഞിരുന്നു. അത് എങ്ങനെ റിലേറ്റഡ് ആവുമെന്ന് ഞാനിപ്പോ മുമ്പിൽ പറഞ്ഞിരുന്നു. പിന്നെ ഇനിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ
അതിൽ പ്രൈസ് മാത്രമാണ് സപ്ലൈ, ഓൺലി വൺ സപ്ലൈ ആയിട്ട് ഉണ്ടാവുക. അതായത് ഇപ്പോ ഞാൻ മേലെ പറഞ്ഞ റിലേഷൻഷിപ്പ് ഒന്നുമില്ലാതെ ഒരു രണ്ട് ഡിഫറെന്റ് വ്യക്തികൾ, രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ ഒരു ബിസിനസ് ചെയ്യാണ്. അവർക്ക് ഇടയിലുള്ള ഒരേ ഒരു ഇത് പറയുന്നത് പ്രൈസ് മാത്രമായിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യണു, പകരം ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നു. അപ്പൊ ഈ പൈസ മാത്രമാണ് നമ്മൾ തമ്മിലുള്ള ഇടപാട്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. വേറെ ഒരു റിലേഷൻഷിപ്പും ഇല്ലാതെ വെറും പൈസയൊക്കെ ഉള്ള ഒരു ഇടപാട് മാത്രമാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഗൂഡ്സിനും സർവീസസിനും രണ്ടിനും ഇത് അപ്ലൈ ആവും, ഈ മേലെ പറഞ്ഞ സർവീസസ് ഒക്കെ. പിന്നെ ഇത് ഗൂഡ്സ് ആൻഡ് സർവീസ് മാത്രം ഇത് ഏതിനൊക്കെ അപ്ലൈ ആകുമ്പോൾ ഈ CGST, SGST, UTGST, IGST ഇത് എല്ലാത്തിനും ഈ പറഞ്ഞ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആണ്. ഈ ഇമേജിൽ നിങ്ങൾ കാണുന്നത് പ്രോഡക്റ്റ് ഷോർട്ടേജ്, പിന്നെ പ്രൈസ് ഹൈക്ക്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുതലാവുന്നുണ്ട്. ഇതാണ് ഈ ഇമേജിൽ അറിയുന്നത്. കാരണം ഇപ്പൊ ഗ്യാസിന്റെ, പിന്നെ ഓയിൽ, പിന്നെ ഇതിൽ ചിക്കൻ കാണിക്കുന്നുണ്ട്, വെള്ളം, എല്ലാത്തിൻ്റെയും വില ഒരുപാട് കൂടുതലാണ്. അപ്പൊ സാധാരണ ആൾക്കാർക്ക് അത് അഫോർഡബിൾ അല്ല. അവർക്ക് സാധാരണ ആൾക്കാർക്ക് അത് മേടിക്കാനാവില്ല. കുക്കിംഗ് ഗ്യാസ്, അങ്ങനെ പല സാധനങ്ങളും വില കയറ്റം ഉണ്ടാവുമ്പോൾ സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ കുറയും. അപ്പൊ അങ്ങനെയായിട്ട് അത് എന്തിനെ ഇമ്പാക്റ്റ് ആവും? പ്രൈസിനെ ഇമ്പാക്റ്റ് ആവും. ഇപ്പൊ ഡിമാൻഡ് കൂടത്തക്കോളം വില കൂടും ഒരു പ്രോഡക്റ്റിന്റെ, കാരണം അതിന്റെ സപ്ലൈ കുറഞ്ഞു വരും. അപ്പൊ അതാണ് ഈ പിക്ചറിൽ കാണിക്കുന്നത്. ഇതിനും അത് തന്നെയാണ് കാണുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഷെൽഫാണ്, കാലി ഷെൽഫാണ്. അതിൽ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഡിമാൻഡ് ഒരുപാട് കൂടുതലാണ്, പക്ഷെ സപ്ലൈ വളരെ കുറവുമാണ്. ഇതാണ് ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. ഇപ്പൊ ഇതൊക്കെയാണ് സപ്ലൈന്റെയും ഡിമാൻഡിന്റെയും തമ്മിലുള്ള ഇത്. അതെങ്ങനെ പ്രൈസിനെ ഇമ്പാക്റ്റ് ആവാനാണ് ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവാണ് ഇത്. എക്കണോമിക്സിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവിനെ പറ്റിയിട്ട്. സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, ഡിമാൻഡ് കുറയുമ്പോൾ സപ്ലൈ കൂടും. സപ്ലൈ എന്ന് വെച്ചാൽ എന്താണ് അതാദ്യം നോക്കാം. സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലറിന്റെ കഴിവ്, ഒരു പ്രോഡക്റ്റിനെ സപ്ലൈ ചെയ്യാനുള്ള കഴിവ്. അതായത് ഡിമാൻഡ് എത്രയുണ്ടോ ഒരു പ്രോഡക്റ്റിന്, അത്രയും പ്രോഡക്റ്റിന് കൺസ്യൂമറിലേക്ക് എത്തിക്കാനുള്ള സപ്ലയറിന്റെ കഴിവ്, പിന്നെ അവരുടെ ആഗ്രഹം. ഇപ്പൊ അവരുടെ ഒരു സപ്ലയറുടെ കയ്യിൽ എത്ര പ്രോഡക്റ്റ് ഉണ്ട്, എത്ര പ്രോഡക്റ്റ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ആ വാല്യൂ, ആ ഇതിനെയാണ് ഇപ്പോൾ ഒരു സപ്ലയറിന് എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പിന്നെ എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട്, അതിനെയാണ് ടോട്ടൽ സപ്ലൈ എന്ന് പറയാം. അതാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സപ്ലൈ ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത്. ആ സപ്ലൈ കൂടും തക്കോളം ഡിമാൻഡ് കുറഞ്ഞുകൊണ്ട് വരും. കാരണം ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും. അതേ സപ്ലൈ കുറവാണെങ്കിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവും, പക്ഷെ അത്രയ്ക്ക് പ്രോഡക്റ്റ് സപ്ലയറിന് എത്തിക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ എന്താവും? വിലക്കയറ്റം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവിൽ പറയുന്നത്. ഈ ഡോട്ട് ഇട്ടിരിക്കുന്നത് പ്രൈസ് പീന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടുന്ന പോയിന്റിന് ഈക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയും. ഇത് ക്വാണ്ടിറ്റി കൂടിയാൽ ഇത് കുറയും, ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കൂടിയാൽ സപ്ലൈ കുറയും. ഇതാണ് ഇതിന്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കർവ് പറയുന്നത്. ഇമേജിൽ പറയുന്നതും അത് തന്നെയാണ്. സപ്ലൈ കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടിയാൽ സപ്ലൈ കുറയും. ഇത് രണ്ടും ഒരു ഗ്ലാസ് പോലെയാണ്. ഡിമാൻഡ് താഴേക്ക് വന്നാൽ സപ്ലൈ മേലേക്ക് പോവും, ഡിമാൻഡ് മേലേക്ക് പോയാൽ സപ്ലൈ താഴേക്ക് വരും. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രൈസ് ആണ്. പ്രൈസ് വേരി ആവുന്നത് ഡിമാൻഡ് കൂടുമ്പോൾ തക്കോളം വില കൂടും, പ്രൈസ് കൂടും. സപ്ലൈ കുറയും തക്കോളം പ്രൈസ് കൂടും. ഇതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയും തമ്മിലുള്ള ഒരു ലിങ്ക്. പേര് തെറ്റിദ്ധരിക്കും. സപ്ലൈ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എത്രയാണോ അവൈലബിൾ ഉള്ളത് അതിനെയാണ് സപ്ലൈ എന്ന് പറയാന്ന് ഒരുപാട് പേര് തെറ്റിദ്ധരിക്കും. അത് ശരിയാണ്, പക്ഷെ അത് സർഫേസിന് മേലെ നിങ്ങൾ കാണുന്നത് മാത്രമാണ്. അതിന് ഇൻഡെപ്ത് ആയിട്ട് പോയാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്ലൈ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആവും. അതെന്തൊക്കെയാന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ്, പിന്നെ ടെക്നോളജി, പിന്നെ മാർക്കറ്റ് കോമ്പറ്റീഷൻ, പിന്നെ ഗവൺമെൻറ് പോളിസീസ്.
ഈ കാര്യങ്ങളൊക്കെ മാറും തക്കോളം സപ്ലൈയും മാറും. ഗൂഡ്സിന്റെ സർവീസസിന്റെ സപ്ലൈയും അതുപോലെ തന്നെ ഓരോന്നും മാറുന്നതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഈ ഇമേജിൽ നിങ്ങൾ കാണുന്നത് രണ്ട് വിധത്തിലുള്ള സപ്ലൈ ആണ്. അതായത് ഇപ്പോൾ ഒരു സപ്ലയർ എങ്ങനെ ഉണ്ടാവണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ അതിനൊത്ത് സപ്ലൈ ചെയ്യാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാവണം. ആ ഡിമാൻഡിനനുസരിച്ചിട്ട് പ്രോഡക്റ്റിൻ്റെ സപ്ലൈ ചെയ്യാൻ പറ്റണം. പിന്നെ അപ്പോൾ പ്രൈസ് എന്താവും, പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കുറയ്ക്കണം. അപ്പോൾ പ്രൈസ് പറയുന്നത് ഒരുപാട് കൂടില്ല. ചില സപ്ലയർ എന്ത് ചെയ്യും, ഫേക്കായിട്ട് ഒരു ഇത് ഉണ്ടാക്കും, സ്കേർസിറ്റി ഉണ്ടാക്കും. ഇപ്പോൾ അതായത് പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് സപ്ലൈ കുറയ്ക്കും. അപ്പോൾ സപ്ലൈ കുറവാണെന്ന് പറഞ്ഞിട്ട് വില കൂടും. അപ്പോൾ വില കൂടുന്ന സമയത്ത് സപ്ലൈനെ ഇറക്കിയിട്ട് ബിസിനസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ പേര് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് ഓരോരുത്തരുടെ സാമർഥ്യം പോലെ ഉണ്ടാവും. ചില സപ്ലയേഴ്സിന്റെ മേലെ ഡിപ്പെൻഡ് ആവും അത്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു കടയിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലോ പോയിട്ട് അവിടുത്തെ ഷെൽഫിൽ സാധനങ്ങൾ കുറവായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പോയിന്റ് മനസ്സിലാക്കുക. അതായത് സപ്ലൈ ഡിമാൻഡിനെക്കാട്ടിലും കൂടുതലുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സപ്ലൈനെ പറ്റിയിട്ട്, സപ്ലൈന്റെ കോംപ്ലക്സിറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അത് കോംപ്ലക്സ് ആണോ അതോ ഈസി ആണോ മനസ്സിലാക്കാൻ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണ്? കമന്റിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് GST റിലേറ്റഡ് എന്തെങ്കിലും വർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതായത് ന്യൂ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ GST റിലേറ്റഡ് റിട്ടേൺ ഫയലിംഗ്, എന്ത് GST റിലേറ്റഡ് വർക്ക് ആവശ്യമുണ്ടെങ്കിലും സർവീസസ് ആവശ്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒരു കൺസൾട്ടേഷൻ അതിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ GSTയുടെ ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 3 ലാംഗ്വേജസിലാണ് ഞാൻ GST ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. മലയാളം, കന്നഡ, ഇംഗ്ലീഷ്. ഈ 3 ലാംഗ്വേജിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് GSTയുടെ ട്രെയിനിങ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ GSTയെ പറ്റിയിട്ട് പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിക്കോട്ടെ, ആരാണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള GST കോഴ്സ് ഏതാണെന്ന് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും. GST കോഴ്സ് ഞാൻ ഓൺലൈനിലൂടെ കണ്ടക്ട് ചെയ്ത് തരും. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.